സ്വാഗതം ചെയ്യുന്നു കൊല്ലം സിറാജ്. നമസ്കാരം. 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 അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇന്നങ്ങ് പൊളിച്ചാലോ സ്റ്റേജില്? പിന്നെന്താ, നോക്കാം, ശ്രമിക്കാന്നൊക്കെ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സിറാജിക്ക, അല്ലെ നാദിക്ക? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മളെല്ലാവരും ഒരുപാട് ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ളൊരു സിറാജിക്കയുടെ മിമിക്രിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഗംഭീര ആർട്ടിസ്റ്റ്. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു സിറാജിക്കയുടെ പെർഫോമൻസ് എന്തായാലും പ്രേക്ഷകർ ഉൾപ്പെടെ കാത്തിരിക്കുകയാണ്. നമുക്ക് ചാറ്റിന്റെ ഇടയ്ക്ക് ചെറിയൊരു പെർഫോമൻസ് അങ്ങനെയൊക്കെ ആയിട്ട് പോയാൽ എന്ത് പറയുന്നു ബക്കർ ചേട്ടാ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സിറാജിക്കയുടെ പെർഫോമൻസിലേക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഒരു ചെറിയ പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുകയാണ്. ആദ്യമായി ന്യൂ ഇയർ പ്രമാണിച്ച് കമലഹാസൻ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ ഫ്ലോറിൽ വന്ന് രണ്ടു വാക്ക് സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. എല്ലാവർക്കും നമസ്കാരം, അടൈവർക്കും വണക്കം. കോമഡി മാസ്റ്റേഴ്സ് എന്ന ഈ പ്രോഗ്രാം വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ரொம்ப സന്തോഷം. കോമഡി മിമിക്രിன்றது எனக்கு ரொம்ப பிடித்த கலைகள். நான் நிறைய காமெடி ப்ரோக்ராம்ஸ் பார்த்துருக்கேன். அதில் இந்த കോമഡി മാസ്റ്റേഴ്സ് ரொம்ப நல்லா വന്നിருக்கு. ഏതായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഹാപ്പി ന്യൂ ഇയർ. അടുത്തതായിട്ട് പരലോകത്ത് നിന്നും നസീർ സാറും ജയൻ സാറും ഈ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഫ്ലോറിൽ എത്തുകയാണെങ്കിൽ എന്താണ് അവർ സംസാരിക്കുന്നത് നോക്കാം. ആദ്യമായി നസീർ സാർ, പ്രിയമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരും. കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ വേദിയിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും മിസ്റ്റർ നാദിർഷ, മിസ്റ്റർ പക്രു ആൻഡ് മിസ്റ്റർ ബിബിൻ ജോർജ് ആൻഡ് എലീന പടിക്കൽ, ഒരുപാട് കലാകാരന്മാർ വന്നു പോകുന്ന ഒരു വേദിയാണ്. അപ്പം എന്തെങ്കിലും പെർഫോം ചെയ്യാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഞാനൊരു 4 വരി പാട്ട് പാടാം. ഞാൻ വലിയ ഗായകനൊന്നുമല്ല, പിന്നെ ഒരു ശ്രമം നടത്തുകയാണ്. ഇളവന്നൂർ മഠത്തിലെ വീണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഐ ജിഞ്ചിന്നാക്കിടി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് വോയിസും കൂടെ കേൾക്കണമെന്നുണ്ട്. ഇനി പരലോകത്തുനിന്ന് സുകുമാരൻ സാർ വരികയാണ്. ശരി, ആയിക്കോട്ടെ. സുകുമാരൻ സാർ ഈ ഫ്ലോറിൽ എത്തുകയാണ്. അയ്യോ പാവം, അല്ല ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നത്? നാദിർഷയും പക്രുവും ബിബിൻ ജോർജ് വന്നാട്ടെ ഇരുന്നാട്ടെ. എന്തായാലും എൻ്റെ മിമിക്രി ഞാൻ ആരംഭിക്കുക. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ എൻ്റെ മകൻ രാജു പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കണ്ട. ഈ ഡയലോഗ് മധുസാറും ലാലു അലക്സും MS തപ്പുണത്രയും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. നടന്മാരുടെ ശബ്ദാനുഗ്രഹം. കാഞ്ചനി, ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടലാണ്. ഇങ്ങനത്തെ കടവത്ത് ഏതെങ്കിലും തോണിക്കാരൻ കുത്തി നിർത്തിയാൽ അവന്റെ മുട്ടുകാരെ ഞാൻ തല്ലി ഒഴിക്കും. ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിലും ഇരുവനിങ്ങി പുഴ അറബിക്കടലിൽ ചേരൂ. അങ്ങനെ ചേർന്നില്ലെങ്കിൽ കൊന്നുകളയില്ലാതെ ഞാൻ. മോളെ കാഞ്ചനെ, ഈ പുഴയുടെ കരപിടിച്ചു നിന്നാൽ അങ്ങ് അറബിക്കടല എന്നൊക്കെ പറയുന്നത് ചുമ്മാതാ. നീ എന്നോടൊപ്പം വരികയാണെങ്കിൽ നിന്നെ ഞാൻ കൊച്ചിയിൽ കൊണ്ടുപോയി കൊച്ചിക്കടപ്പുറം കാണിക്കാൻ വേണ്ടി മോളെ. സമ്മതമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാം, സമ്മതമല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോകാം. വരട്ടേടി മോളെ കാഞ്ചനെ. മോളെ കാഞ്ചനെ, ഈ പുഴയുടെ കര പിടിച്ചു കിടന്നാൽ അറബിക്കടലാണെന്ന് നോക്കുക ശരി തന്നെയാ. പക്ഷെ എന്തുമാത്രം നടക്കണം. നമുക്കൊരു ഓട്ടോറിക്ഷ പിടിച്ചു പോകാം. ഓട്ടോറിക്ഷയുടെ ശബ്ദവും എന്റെ ശബ്ദവും ഒരുപോലെയാ. സഹജവാസന അല്ല എന്താ. എന്റെ മിമിക്രി ഇവിടെ അവസാനിക്കും. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. പക്രുചേട്ടനോട് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിലുള്ള ഒരു വർക്കിന്റെ ഒരു രീതിയിൽ ഒരുമിച്ച് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടോ, അതോ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് എവിടെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു
ജേർണി, ഒരു എക്സ്പീരിയൻസ്, അങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കാര്യം പറയാമോ? ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മിമിക്രി എന്നൊക്കെ പറയുന്നത് വളരെ വൈകിയാണ് നമ്മൾ മിമിക്രിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ യുവജനോത്സവ വേദികളിലൊക്കെ ജഡ്ജായിട്ടൊക്കെ പോയിട്ടുണ്ട്, വിധികർത്താവായിട്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് എണ്ണം പറഞ്ഞ 2 മിമിക്രി കലാകാരന്മാരുണ്ട്. അതിനകത്തൊന്ന് നമ്മുടെ സിറാജിക്ക്, പിന്നെ ജോസഫ് വിൽസൺ. ഇവർ രണ്ടുപേരും സ്റ്റാർസായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണുക, ഇവരുടെ പെർഫോമൻസ് നേരിട്ട് കാണുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്നിപ്പം അല്ലേക്ക നമ്മുടെ സംഘടനയുടെ സീനിയർ ഒക്കെ ആയിട്ടുള്ള, അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സീനിയർ എന്നുള്ള അല്ല, ജൂനിയേഴ്സിന്റെ കൂടെ അടിച്ചു പൊളിക്കുന്ന ആളാണ്. നമ്മള് പ്രോഗ്രാമിനും പോയിട്ടുണ്ട്, ഞങ്ങള് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്, വിദേശ പരിപാടികൾക്കും നാട്ടിലാണെങ്കിലും ഇവിടേക്ക് പല പല പരിപാടികൾക്ക് ഒന്നിച്ച് കൂടാറുണ്ട്. എലീന, എന്തോ എനിക്കും പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് സിറാജിക്ക് പക്ഷെ അറിയില്ലായിരിക്കും. കാരണം എനിക്കുള്ളൊരു കടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യ സമയങ്ങളിൽ കുഞ്ഞുനാൾ ഞാനൊരു 6ാം ക്ലാസ് മുതലൊക്കെയാണ് മിമിക്രിയിലേക്ക് ഇങ്ങനെ വരുന്ന സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി ചെയ്യൽ കുറവായിരിക്കുമല്ലോ. നമ്മൾ കാസറ്റുകൾ കേൾക്കുക, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് കേട്ട കാസറ്റിൽ നിന്ന് സിറാജിക്കയാണ് അതിന് ഫുൾ ശബ്ദം കൊടുത്തിരുന്നത്. അതായത് ഒരു പരലോകത്തിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിക്കുന്ന ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടേ ഇക്കക്ക്? ആ സ്കിറ്റ് അതേപടി ശരിക്കും സിറാജിക്ക ചെയ്ത ഒരൊറ്റ പോർഷനിൽ വേറെ ആരും അതിൽ ശബ്ദം കൊടുത്തിട്ടില്ല. പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആ സ്കിറ്റ് ഫുൾ നടന്മാർ, എനിക്ക് തോന്നുന്നു 10-15 ആർട്ടിസ്റ്റുകളുണ്ടെന്ന് തോന്നുന്നു. അതിൽ എല്ലാവരുടെയും ശബ്ദം ഒറ്റക്കാണ് ചെയ്തത്. അത് പഠിച്ചിട്ടാണ് ഞാൻ 6ാം ക്ലാസ്സിൽ വെച്ച് മത്സരിച്ചത്. എനിക്ക് സമ്മാനം കിട്ടിയത്. അതെന്താണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ല. സ്റ്റേജിലും സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരുന്നു ഈ പരലോകം. ആണല്ലേ? ആ കാസറ്റ് എനിക്ക് ഇപ്പോഴും അതേപടി ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടത്. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്ക് വരാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു മിമിക്രി കാണുന്ന ആരാണെന്ന് അറിയാം? കൊച്ചിൻ അനീഫക്കയുടെയാണ്. അതുവരെ ഞാൻ കൊല്ലത്ത് ഞാൻ ഈ മിമിക്രി അവതരിപ്പിച്ചു തുടങ്ങുമ്പോൾ മോണോ ആക്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ മിമിക്രി പ്രചാരമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പിന്നീട് പ്രചാരത്തിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ കൊല്ലത്തൊരു അവാർഡ് ഫംഗ്ഷന്, ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടത്? 75 ശേഷമാണ്, 76, 77 ആവും. അപ്പോൾ അനീഫക്കയുടെ ഒരു മിമിക്രി ഞാൻ ആദ്യമായിട്ട് കാണുന്ന മിമിക്രി. അനീഫക്ക എന്താ ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? അന്ന് ഫ്രണ്ടിൽ, ഓഡിയൻസിലെ ഫ്രണ്ടിൽ നസീർ സാറ്, ഉമ്മുക്ക, ശങ്കരാടി ഇവരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അനീഫക്ക എക്സ്ക്യൂസ് മീ നസീർക്ക, എക്സ്ക്യൂസ് മീ ഉമ്മുക്ക എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ അനുവാദം ചോദിച്ചിട്ടാണ് അനീഫ ഓരോ നടന്മാരും ചെയ്തത്. അതെല്ലാം ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സിറാജിക്ക, ഇനി ഞങ്ങളുടെ വൈബിന് വേണ്ടി ഒരു സാധനം ഇറക്കണമല്ലോ, ഒരു ന്യൂജൻ പൊളി ആയാലോ? ഇനി ന്യൂജൻ പൊളി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ജയിലർ സിനിമയിൽ, രജനികാന്തിന്റെ ജയിലർ സിനിമയിൽ ഡോക്ടറായിട്ട് അഭിനയിച്ച ഒരു തമിഴ് നടനുണ്ട്. പ്രത്യേക ഒരു ശബ്ദമാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പേര് VTV ഗണേഷ് എന്നാണ്, അതാണെന്ന് തോന്നുന്നത്. അത് തന്നെയാണ്. പുള്ളിയുടെ ഒരു വോയിസ് ഞാനൊന്ന് ശ്രമിക്കാം. சார் வணக்கம் சார், எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? நானும் கூட நல்லா தான் இருக்கேன். இங்கே உங்களை வந்து பார்த்து 2 வார்த்தை பேசணும் தான் வந்தேன். வந்துட்டு ஐயோ அங்கே ஒன்றும் நான் போக மாட்டேன் சார், பயமா இருக்க, வரட்டுமா? ரொம்ப സന്തോഷം. അടിപൊളി അടിപൊളി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആരുടെ വോയിസാ കേൾക്കാൻ പറ്റാ? അടുത്തായി നടനും സംവിധായകനും ഒക്കെ ബാബുരാജ്. ബാബുരാജിന്റെ ഈ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കാം. കേട്ടോക്കാം. ഞങ്ങളുടെ അപ്പന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധാണെന്നും പടക്കം പൊട്ടിച്ചത് ആഘോഷമാണെന്നും പറഞ്ഞു നടക്കുന്നവരും ഇനിയും അങ്ങനെ പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായി തന്നെ നേരിടും. അതിപ്പം കള്ളുഷാപ്പിലിരുന്ന് കുശൂഷിക്കുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഇനി ആരാളെ അടുത്ത നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? അത് ജിനു ജോസഫ്, ഭീഷ്മപർവത്തിലെ ഒരു ഡയലോഗ്. താനെന്ത് വർത്താനാടോ ജെയിംസ് ഈ പറയുന്നത്? തനിക്കറിയാൻ പാടില്ല. ഇറങ്ങി നടക്കല്ലേ ഓരോന്ന്. സ്വന്തം വീട്ടിൽ പോലും കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പറ്റുമെങ്കിൽ താൻ ആ മൈക്കളപ്പായി ചെന്ന് തോപ്പിക്കാൻ നോക്കും. ഒന്നും പറയില്ല, അത് ഞെട്ടിച്ചു. ഇനി ഒരു സാധനം പറയണം. അതെ, കമോൺ. ഏതാണ്? തമ്പുരിട്ട് കൊടുക്കുമോനെ. ദാസേട്ടന്റെ വോയിസ്. ദാസേട്ടന്റെ വോയിസ്. ദാസേട്ടന്റെ വോയിസ്. മോനെ തമ്പുരിട്ടെ. പ്രിയമുള്ള കലാസ്നേഹികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ്.
കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ ഫ്ലോറിൽ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് എന്ന ഈ പ്രോഗ്രാം ഇങ്ങനെ തന്നെ വളരെ നന്നായി പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ദാസേട്ടൻ്റെ ഇപ്പോഴത്തെ വയസ്സാണത്. ഇപ്പൊ ദാസേട്ടൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേശുവിലൊക്കെ പാടാൻ വേണ്ടിയിട്ട് ദാസേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ദാസേട്ടൻ്റെ വോയിസ് ഇങ്ങനെയാ, കറക്റ്റാ. ഞെട്ടിച്ചു. ബാക്കി സ്റ്റാറുകൾ നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യാം. അതാണ് സ്പിരിറ്റ്. അത് മതി. ഞാൻ ഇനിയും തിരിച്ചു വരുമെന്നൊക്കെയാണ്. ഇനി ഒരുപാട് അപ്ഡേഷൻ ആയിട്ട് തിരിച്ചു വരുന്നതാണ്. ഗംഭീരമായിരുന്നു സിറാജിക്ക. എനിക്ക് വേറെ ഒന്നും ആരോടും മാസ്റ്റേഴ്സിന്റെ ഞങ്ങളാണ് ശരിക്കും നന്ദി പറയേണ്ടത്. കാരണം സിറാജിക്കനെ ഞങ്ങൾ വിളിച്ചപ്പോൾ സിറാജിക്ക് ഇവിടെ വന്ന് ചെയ്യാൻ കാണിച്ച മനസ്സിൽ നമ്മളാണ് ശരിക്കും പറഞ്ഞ താങ്ക്സ് പറയേണ്ടത്. യു ഷുഡൻ ബി താങ്ക്ഫുൾ. ഞങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കോമഡി മാസ്റ്റേഴ്സിന്റെ അണിയറ പ്രവർത്തകർക്കും നാദിർഷ, ഫക്രു, ബിബിൻ ജോർജ്, എല്ലാവർക്കും, എലീനയ്ക്കും, അലീന പഠിക്കും, എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട. എനിക്ക് സന്തോഷമുള്ളൂ വീണ്ടും കാണാൻ പറ്റി എന്നുള്ള എൻ്റെ സന്തോഷമുള്ളൂ. എനിക്കൊന്നും നിങ്ങൾക്കും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ, കൂടെയുള്ള ഒരാൾ തന്നെ ഇവിടെ വന്ന് പെർഫോം ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും നാദിക്ക, നമുക്കൊരു സ്നേഹ സമ്മാനം എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നൽകണ്ടേ? അപ്പോൾ നാദിക്ക ഒന്ന് ജോയിൻ ചെയ്യാവോ എന്നോടൊപ്പം? ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന സിറാജിക്കയ്ക്ക് ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ആദരവായിട്ടാണ് ഇത് ഞങ്ങൾ നൽകുന്നത്. നാദിക്ക പ്ലീസ്. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ട് അടുത്ത തവണ വരുമ്പോ. ഓക്കെ.